ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 5 ശ്ലോകം 7. ഭൂമൻ മാനസബുദ്ധ്യഹംകൃതിമിളത് ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭൂതവ ബലാ സത്വംശയേവാസൃജത് ജാതസ്തൈജസദോ ദശേന്ദ്രിയഗണത് തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനിത്വദ്ബലാത്. പദം: ഭൂമൻ മാനസ ബുദ്ധി അഹം കൃതി മിളത് ചിത്ത ആഖ്യ വൃത്തി അന്വിതം തച്ച അന്തഃകരണം വിഭൂ തവ ബല സത്വ അംശഃ ഏവ അസൃജത് ജാത തൈജസദ ദശ ഇന്ദ്രിയഗണഃ തത് താമസ അംശാത് പുനഃ തന്മാത്രം നഭസ മരുത് പുരപദേ ശബ്ദ അജനി ത്വദ്ബലാത്. അർത്ഥം: ഹേ ഭൂമൻ, നിന്തിരുവടിയുടെ ശക്തി കൊണ്ട് സത്വാംശമായ വൈകാരിക അഹങ്കാരം തന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയോട് ചേർന്ന് സത്വഗുണപ്രധാനമായി അന്ധഃകരണത്തെ സൃഷ്ടിച്ചു. രാജസ അഹങ്കാരമായ തൈജസത്തിൽ നിന്നും ദശേന്ദ്രിയ ഗണം ഉണ്ടായി. താമസരൂപമായ അഹങ്കാരത്തിൽ നിന്ന് മരുത്പുരാധീശനായ ഭഗവാനെ, അങ്ങയുടെ ബലം കൊണ്ട് ആകാശത്തിൻ്റെ തന്മാത്ര രൂപമായ ശബ്ദം ജനിച്ചു. ശ്ലോകം 8. ശബ്ദാദ്യോമതസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാരൂപമതോ മഹോദജരസം തോയം ച ഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവകലനാദ്യാധ്യധർമാന്വിതം ഭൂതഗ്രാമമിവം ത്വമേവ ഭഗവൻ പ്രാകാശയത്താമസാത്. പദം: ശബ്ദാത് വ്യോമ തത സസർജിത വിഭോ സ്പർശം തഥാ മാരുതം തസ്മാത് രൂപം അത മഹ അത ചരസം തോയം ച ഗന്ധം മഹീം ഏവം മാധവ പൂർവകലനാത് ആദ്യ ധർമ്മ അന്വിതം ഭൂതഗ്രാമം ഇമം ത്വം ഏവ ഭഗവൻ പ്രാകാശയ താമസാത്. അർത്ഥം: വിഭുവായ അല്ലയോ ഗുരുവായൂരപ്പ, നിന്തിരുവടി ശബ്ദത്തിൽ നിന്നും ആകാശത്തെയും, ആകാശത്തിൽ നിന്ന് സ്പർശത്തെയും, സ്പർശത്തിൽ നിന്ന് വായുവിനെയും, വായുവിൽ നിന്ന് രൂപത്തെയും, രൂപത്തിൽ നിന്ന് തേജസ്സിനെയും, തേജസ്സിൽ നിന്ന് രസത്തെയും, രസത്തിൽ നിന്ന് ജലത്തെയും, ജലത്തിൽ നിന്ന് ഗന്ധത്തെയും സൃഷ്ടിച്ചു. അല്ലയോ മാധവ, അങ്ങ് തന്നെ മുൻപ് ഉണ്ടായവയെ കൂട്ടിച്ചേർത്ത് ആദ്യം ഉള്ളതിൻ്റെ ധർമ്മങ്ങളോടുകൂടിയ പഞ്ചഭൂതങ്ങളുടെ സമൂഹത്തെ താമസാഹങ്കാരത്തിൽ നിന്നും പ്രകാശിപ്പിച്ചു. ശ്ലോകം 9. ഏതേ ഭൂതഗണാസ്തദേന്ദ്രിയഗണാ ദേവാച്ഛജാതാഭൃത നോശേഗർഭുവനാണ്ട നിർമ്മിതിവിധൗ ദേവൈ അഭീമിസ്തദാ ത്വം നാനാവിധസൂക്തിഭർനുദഗുണതത്വാന്യമൂന്യാവിശൻ ചേഷ്ടാശക്തി ഉദീര്യധാനി കടയൻ ഹൈരണ്യമണ്ഡം വ്യഥാ. പദം: ഏതേ ഭൂതഗണാ തഥാ ഇന്ദ്രിയഗണാ ദേവ ച ജാതാ പൃഥക് നോ ശേഗു ഭുവന അണ്ഡ നിർമ്മിതി വിധൗ ദേവൈ അമീഭി തഥാ ത്വം നാനാവിധ സൂക്തിഭിഃ നുത ഗുണഃ തത്വാനി അമൂനി അവിശൻ ചേഷ്ടാശക്തിം ഉദീര്യ താനി കടയൻ ഹൈരണ്യ അണ്ഡം വ്യഥ. അർത്ഥം: ഈ പഞ്ചഭൂതഗണങ്ങളും ഇന്ദ്രിയഗണങ്ങളും ദേവതകളും വേറെ വേറെ ആയതിനാൽ അവർ ഭുവനാണ്ഡത്തിൻ്റെ നിർമ്മാണത്തിന് ശക്തരായി തീർന്നില്ല. അപ്പോൾ ഈ ദേവതകളാൽ നാനാവിധ സൂക്തികളാൽ സ്തുതിക്കപ്പെട്ട ഗുണങ്ങളോടുകൂടിയവനായ അങ്ങ് ഈ തത്വങ്ങളിൽ പ്രവേശിച്ച് ശ്രേഷ്ഠാശക്തിയെ ഉണ്ടാക്കിത്തീർത്ത് അവയെ ഘടിപ്പിച്ച് ഹിരൺമയമായ അണ്ഡത്തെ നിർമ്മിച്ചു. ശ്ലോകം 10. അണ്ഡം തത്കൊലു പൂർവസൃഷ്ടസലിലേ തിഷ്ടത്സഹസ്രം സമാ നിർഭിന്നകൃതാ ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദമൂർത്തനിബഹൈ നിശേഷജീവാത്മകോ നിർഭാദോസി മരുത്പുരാദിവസമാന്ത്രായേഷു സർവാമയാ. പദം:
അണ്ഡം തത് ഖലു പൂർവസൃഷ്ട സലിലേ തിഷ്ടത് സഹസ്രം സമാ നിർഭിന്ദൻ അകൃത ചതുർദശ ജഗത് ധ്രുവം വിരാട് ആഹ്വയം സാഹസ്രൈ കരപാദ മൂർത്തനിഭഹൈ നിശേഷ ജീവ ആത്മകഃ നിർഭാത അസി മരുത് പുര അധിപഃ സ മാം ത്രായസ്വ സർവ ആമയാത്. അർത്ഥം: ആ അണ്ഡം പൂർവസൃഷ്ടമായ കാരണജലത്തിൽ 1000 സംവത്സരം സ്ഥിതി ചെയ്തു. അനന്തരം ഇന്ദ്രവടി അതിനെ ഭേദിച്ച 14 ലോകങ്ങൾ രൂപമായതും വിരാട് എന്ന് പറയപ്പെടുന്നതുമായ ശരീരത്തെ ഉണ്ടാക്കി. 1000കണക്കിന് കൈകളും പാദങ്ങളും മറ്റവയവങ്ങളും ഉള്ളതും നിശേഷ ജീവാത്മകവുമായ സ്വരൂപത്തോടു കൂടിയവനായി നിന്തിരുവടി ശോഭിച്ചു. അപ്രകാരമുള്ള അങ്ങ് എല്ലാ ആമയങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിർത്തട്ടെ. ഹരി ഓം തത്സത്.